അഗസ്ത്യമുനി ആ സമുദ്രം മുഴുവൻ കുടിച്ചു വറ്റിക്കുവാൻ ഒരുങ്ങുന്നു. എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കെ അഗസ്ത്യ മഹർഷി അനായാസേന സമുദ്രജലം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. ആശ്ചര്യഭരിതരായിത്തീർന്ന ദേവന്മാർ അഗസ്ത്യ മഹർഷിയെ സ്തുതിച്ചു. വാദ്യഘോഷങ്ങളും പുഷ്പവൃഷ്ടിയും അവർ നടത്തി. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒളിച്ചിരുന്ന അസുരന്മാർ വല്ലാതെ പരിഭ്രമിച്ചു. ആ സമയത്ത് തന്നെ ദേവന്മാർ ദിവ്യായുധങ്ങളുമേന്തി കാലകേയന്മാരുടെ മേൽ ചാടി വീണു. അപ്രതീക്ഷിതമായുണ്ടായ യുദ്ധത്തിൽ അസുരന്മാർ അല്പനേരം എതിർത്തു നിന്നുവെങ്കിലും കടലിനടിയിൽ ഒളിച്ചിരുന്ന അസുരന്മാരെ മുഴുവൻ നശിപ്പിക്കുവാൻ ദേവന്മാർക്ക് അല്പം പോലും പ്രയാസമുണ്ടായില്ല. അവശേഷിച്ചിരുന്നവർ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അസുരന്മാരെ എല്ലാം വധിച്ചതിനു ശേഷം ദേവന്മാർ അഗസ്ത്യമുനിയുടെ അരികിലേക്ക് വീണ്ടും എത്തി. എന്തിനാണെന്നല്ലേ? കുടിച്ചു വറ്റിച്ച ആ സമുദ്രത്തെ വീണ്ടും ജലം കൊണ്ട് നിറയ്ക്കുവാൻ ദേവന്മാർ അഗസ്ത്യനോട് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ അപ്പോഴാണ് അപകടം. അഗസ്ത്യ മഹർഷിയുടെ ഉദരത്തിലുണ്ടായിരുന്ന ആ ജലം മുഴുവൻ അപ്പോഴേക്കും ദഹിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സമുദ്രത്തിൽ ഇനി ജലം നിറയ്ക്കുവാൻ കഴിയില്ല എന്ന് അഗസ്ത്യമുനി ദേവന്മാരെ അറിയിക്കുന്നു. ദേവന്മാർ ദുഃഖിതരായി ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊള്ളുക. കാലക്രമേണ സമുദ്രത്തിൽ ജലം വന്ന് നിറഞ്ഞുകൊള്ളും. ഭഗീരഥൻ ആ കൃത്യം നിർവഹിച്ചുകൊള്ളും. ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ സമാധാനത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരുന്ന യുധിഷ്ഠിരന്റെ ജിജ്ഞാസ വർദ്ധിച്ചു. അദ്ദേഹം ചോദിച്ചു, ഭഗീരഥൻ എങ്ങനെയാണ് സമുദ്രത്തെ ജലപൂർണമാക്കിയത്? ആ കഥ അങ്ങ് വിശദമായി പറയാമോ? അങ്ങനെ യുധിഷ്ഠിരന്റെ ആഗ്രഹപ്രകാരം ലോമശ മഹർഷി ആ കഥ പറയുവാൻ ആരംഭിച്ചു. ഇക്ഷ്വാകു വംശത്തിൽ സഗരൻ എന്നുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വൈദർഭി എന്നും ശൈബ എന്നും പേരുള്ള 2 രാജ്ഞിമാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കുട്ടികളൊന്നും ജനിച്ചില്ല. പുത്രന്മാരൊന്നും ജനിക്കാത്തതുകൊണ്ട് രാജാവ് ഏറെ ദുഃഖിതനായി തീർന്നു. അങ്ങനെ അദ്ദേഹം ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന് സന്താന ലാഭത്തിനുള്ള വരം ലഭിക്കുകയും ചെയ്തു. കാലക്രമേണ 2 ഭാര്യമാരും ഗർഭിണികളാവുന്നു. ശൈബ്യ യഥാസമയം ദേവരൂപിയായ ഒരു പുത്രനെ പ്രസവിച്ചു. പക്ഷേ വൈദർഭി ഒരു മാംസപിണ്ഡത്തെയാണ് പ്രസവിച്ചത്. നിരാശനായ രാജാവ് ആ മാംസപിണ്ഡത്തെ ദൂരെ കളയുവാനായി കൊണ്ടുപോകുമ്പോൾ ഒരു അശരീരി കേൾക്കുന്നു. രാജാവേ, അങ്ങ് ഈ സാഹസം ചെയ്യരുതേ. ആ മാംസപിണ്ഡത്തെ കളയരുതേ. ഈ മാംസപിണ്ഡത്തെ ചെറു കഷണങ്ങളാക്കി ഛേദിച്ച് നെയ്ക്കുടങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുക. അവയിൽ നിന്നും അങ്ങേക്ക് 60,000 പുത്രന്മാർ ജനിക്കുന്നതാണ്. രാജാവിന് ഏറെ സന്തോഷമായി. രാജാവ് അപ്രകാരം തന്നെ ചെയ്തു. മാംസപിണ്ഡം മുറിച്ച് ഓരോ കഷണങ്ങൾ ശ്രദ്ധയോടെ ഓരോ കുടങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഓരോ കുടത്തിൽ നിന്നും അതിതേജസ്വികളായ ഓരോ പുത്രന്മാർ പുറത്തു വന്നു. അങ്ങനെ വൈദർഭിക്ക് 60,000 പുത്രന്മാരുണ്ടായി. സഗര ചക്രവർത്തി ഏറെ സന്തുഷ്ടനായെങ്കിലും ക്രമേണ അദ്ദേഹത്തിന്റെ സന്തോഷം ദുഃഖത്തിന് വഴിമാറി. ആ കുട്ടികൾ അതിക്രൂരന്മാരായി തീർന്നു. വലിയ അഹങ്കാരികളായി തീർന്ന അവർ ലോകത്തിനു മുൻപിൽ ദ്രോഹം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തി. അവരെ ആർക്കും നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. മനുഷ്യരെയെല്ലാം അവർ വധിക്കുവാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. അവരെല്ലാം സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നശിക്കുന്നതാണ്. ആ സമയം അടുത്തിരിക്കുന്നു. അങ്ങനെ ദേവന്മാർ സമാധാനമായി മടങ്ങി. അക്കാലത്താണ് സഗര മഹാരാജാവ് ഒരു അശ്വമേധം നടത്തുവാൻ തീർച്ചപ്പെടുത്തിയത്. 60,000 പുത്രന്മാരുടെ രക്ഷയിൽ യാഗാശ്വത്തെ ഭൂമിയിൽ ചുറ്റുവാൻ വിട്ടു. ആ സമയത്ത് ദേവേന്ദ്രൻ അദൃശ്യനായി വന്ന് കുതിരയെ അപഹരിച്ച് പാതാളത്തിൽ കപില മഹർഷിയുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. അതേസമയം സഗരപുത്രന്മാർ കുതിരയെ കാണാതെ വിഷമിച്ചു. അവർക്ക് അഭിമാനത്തിന്റെ പ്രശ്നമായി. കുതിരയെ കാണാതെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയില്ലെന്ന് അവർ തീരുമാനിച്ചു. ഭൂമിയിൽ എല്ലായിടത്തും അവർ കുതിരയെ തേടി നടന്നു. പിന്നീട് അവർ സമുദ്രം കുഴിച്ച് താഴേക്ക് പോയി പാതാളത്തിലെത്തി. അവിടെ കപില മഹർഷിയുടെ ആശ്രമ പരിസരത്ത് കുതിരയെ അവർ കണ്ടെത്തുന്നു. കപില മഹർഷിയാണ് കുതിരയെ അപഹരിച്ചതെന്ന് തീർച്ചപ്പെടുത്തി സഗരപുത്രന്മാർ മഹർഷിയെ ആക്രമിക്കുവാൻ ഒരുങ്ങി. ക്രുദ്ധനായ മഹർഷി തന്റെ പുരികം ചുളിച്ച് വികൃത ദൃഷ്ടിയോടെ തന്റെ തേജസ് അവരിൽ വീശി. ആ ക്ഷണം തന്നെ സഗരപുത്രന്മാരെല്ലാം ഭസ്മമായി തീർന്നു. അങ്ങനെ തങ്ങളുടെ കർമ്മഫലം കൊണ്ട് തന്നെ അവർക്കെല്ലാം മരണവും സംഭവിച്ചു. അങ്ങനെ പുത്രദുഃഖം കൊണ്ട് തകർന്നുപോയ രാജാവ് ഭാവി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നു. അദ്ദേഹം തന്റെ പൗത്രനായ അംശുമാനെ വിളിച്ച് ഇപ്രകാരം പറയുന്നു, ഉണ്ണി, ഞാൻ വലിയൊരു ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അത് നിനക്ക് അറിവുള്ളതാണല്ലോ. എന്റെ 60,000 പുത്രന്മാരും മരണപ്പെട്ടു പോയിരിക്കുന്നു. കപില മഹർഷിയുടെ കോപത്തിൽ അവരെല്ലാം മരണപ്പെട്ടു. ഇനിയിപ്പോൾ നീ മാത്രമാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളത്. നിന്റെ അച്ഛനെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ അശ്വത്തെ കൊണ്ടുവന്ന് യാഗവിഘ്നം കൊണ്ട് ഉണ്ടാകുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഇത് കേട്ടപ്പോൾ സഗര മഹാരാജാവ് തന്റെ പുത്രൻ അസഭഞ്ജനെ ഉപേക്ഷിക്കുവാനുള്ള കാരണം എന്താണെന്ന് യുധിഷ്ഠിരൻ ലോമശ മഹർഷിയോട് ചോദിക്കുന്നു.